വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ ഒരു മെസ്സേജ് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂളിൽ SLC+2 അതുപോലെ മറ്റ് ക്ലാസ്സുകളിൽ ഡിഗ്രി പല കോഴ്സുകളും തൊട്ടടുത്ത ദിവസങ്ങളിൽ കോഴ്സ് തീർന്ന് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്താണ് കുട്ടികൾ സംഘടിപ്പിക്കുന്ന പല DJ പ്രോഗ്രാമുകളിലും സെൻഡ് ഓഫ് പരിപാടികളിലുമാണ് എന്റെ അടുത്ത് അതുപോലെ പല സ്ഥലങ്ങളിലും കൺസൾട്ടിങ്ങിന് വന്ന സമയത്ത് ആദ്യമായിട്ട് കുട്ടികൾ ലഹരി ഉപയോഗിച്ചത്. കുട്ടികൾ തന്നെ ഓർഗനൈസ് ചെയ്ത് പുറത്ത് നടത്തുന്ന DJ പാർട്ടികൾ സെൻഡ് ഓഫ് പ്രോഗ്രാമുകളിൽ പലപ്പോഴും മദ്യമടക്കമുള്ള MDMA അടക്കമുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ സെൻഡ് ഓഫ് പരിപാടികൾ ഒന്നുകിൽ ടീച്ചേഴ്സിന്റെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ, അതായത് ഈ വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ ഒരു മെസ്സേജ് നിങ്ങളടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. എത്താത്തവരിലേക്ക് വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ, അതായത് സ്കൂളിൽ സെൻഡ് ഓഫ് ആയിട്ട് പിരിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ആ ഒരു സമയത്ത് നമ്മളൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മിഠായി വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ഓട്ടോഗ്രാഫ് കൊടുക്കുക, വാങ്ങുക ഒക്കെ തന്നെയായിരുന്നു നമ്മളെ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നേരെ തിരിച്ചിട്ടാണ്. ഈ ലഹരി പോലത്തെ പല പ്രയാസങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും തുടക്കം അതാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം രക്ഷിതാക്കൾ അവനവൻ്റെ മക്കളെ ഒരു ദിവസം ഒറ്റ ദിവസം അവർക്കും വേണ്ടിയിട്ട് ചിലവഴിക്കുക. അന്നത്തെ ദിവസം പോയിട്ട് സ്കൂളിൽ പോയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഷഹബാസ് പോലും അന്ന് ഇതുപോലുള്ളൊരു സാഹചര്യത്തിലാണ് മരണപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ദിവസം എല്ലാവരും രക്ഷിതാക്കൾ പോയിട്ട് ആ കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.